ഹലോ ഗായ്സ്, അപ്പൊ ഇന്നൊരു ചെറിയ ട്രാവലിംഗ് വ്ളോഗാണ്. എനിക്കിന്നൊരു ചെറിയ വെക്കേഷനാണ്, ഏതാണ്ട് ഒരു മാസത്തോളം ഉണ്ട്. അപ്പൊ അതിന്റെ ചില കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇന്ന് മാൽദീവ്സ് ടു ട്രിവാൻഡ്രം ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, നമുക്കിനി ഫ്രണ്ട് ഓഫീസിലോട്ട് പോകണം. അപ്പൊ അവിടുന്ന് ബോട്ടുണ്ട്. ആ ബോട്ടിലാണ് നമ്മൾ മാലിയിലോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ചെറിയ കാഴ്ചകളൊക്കെ കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഫ്രണ്ട് ഓഫീസ് റിസപ്ഷൻ ഒക്കെയാണ് നമ്മുടെ ഈ പിന്നിൽ ഈ കാണുന്നത്. അപ്പം ഇവിടെ നിന്നാണ് നമുക്കിനി ബോട്ട് മാലിയിലേക്കുള്ളത്. ഇത് നമുക്ക് ഗസ്റ്റിനെയും കൊണ്ട് പോകുന്ന ബോട്ടാ. അപ്പൊ ആ ബോട്ടിൽ നമുക്ക് സ്റ്റാഫിന് പോവാം. അപ്പൊ ഇത് നമ്മുടെ ബോട്ട് പാർക്ക് ചെയ്തിട്ടേക്കുന്ന ഏരിയകള്. ഇതൊക്കെ ഓരോ ലോഞ്ചുകളാണ്. നമ്മൾ മാലിയിലേക്ക് ഈ ബോട്ടിലാണ് പോകുന്നതിന്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ധോണി എന്ന് പറയും. ഇത് നമുക്കിവിടെ ഫിഷിങ്ങിന്, സ്നോർക്കലിങ്ങിന്, അങ്ങനെ ഗസ്റ്റിന്റെ ട്രിപ്പൊക്കെ പോകുന്ന ധോണിയാണ്. ഇതിന് വലിയ സ്പീഡില്ല, ചെറിയൊരു സ്പീഡേ വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഈ റിസോർട്ടിന്റെ അടുത്തൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇതിനകത്താണ് അവർ ഫിഷിങ്ങും സ്നോർക്കലിങ്ങും സ്കൂബ ഡൈവിങ്ങും അങ്ങനത്തെ ആക്ടിവിറ്റീസിനൊക്കെ പോകുന്നത് ഈ ധോണിയിലാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ഈ ബോട്ടിലാണ് ഇനി മാലിയിലേക്ക് പോകുന്നത്. അപ്പൊ ഒരു ബോട്ടെല്ലാം റെഡിയാക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഗസ്റ്റ് എല്ലാം വന്നതിന് ശേഷം, ആദ്യം ഗസ്റ്റിനെ കയറ്റിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റാഫുകളെല്ലാം ബോട്ടിലേക്ക് കയറുന്നത്. അപ്പൊ ഇനി അടുത്തത് നമുക്ക് ബോട്ടിലേക്ക് കയറുന്ന കാഴ്ചകൾ കാണാം. ഗൈസ്, അപ്പൊ നമ്മൾ ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ്. ഇപ്പൊ ഗസ്റ്റ് ഒക്കെ കയറി, അതിനുശേഷം നമ്മളിപ്പോ സ്റ്റാഫ് കയറാൻ പോവുകയാണ്. ഓരോരുത്തരായിട്ടൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ റിസപ്ഷൻ. എല്ലാം വാട്ടർ വില്ലകളാണ്. നമ്മൾ വന്നിട്ട് നമുക്കൊരു റിസോർട്ട് ടൂർ എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ മാലിയിലെത്തി. ഇപ്പൊ മാലിയിൽ എയർപോർട്ടിലാണ്. ഇനിയിപ്പം ജസ്റ്റ് മാലിയിൽ നമ്മൾ അടുത്തൊരു ഐലൻഡാണ് മാലി എന്ന് പറയുന്നത്. രണ്ട് ഐലൻഡാ, എയർപോർട്ട് ഒരു ഐലൻഡ്, മാലി ഒരു ഐലൻഡ്. അപ്പൊ നമ്മൾ ഈ ഫെറിയിൽ കയറി നമ്മൾ മാലിയിലേക്ക് പോവുകയാണ്. ഇതിനൊരു 15 രൂപയാണ് ഒരാൾക്ക് വരുന്നത് ഇവിടുത്തെ പൈസ. അപ്പൊ ഇനി മാലിയിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ ഇപ്പൊ നമ്മൾ മാലിയിലെത്തി. ഇതാണ് മാലി സിറ്റി. അപ്പം നമ്മളെ ഫെറിയുടെ വീഡിയോ എടുക്കാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എക്സ്ട്രാ മൈക്കൊന്നുമില്ല. അപ്പൊ അതിനകത്ത് ഭയങ്കര സൗണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് എടുക്കാഞ്ഞ്. അതുപോലെ തന്നെ ഗസ്റ്റിന്റെ ബോട്ടിലെ വീഡിയോ എടുക്കാത്തതിന്റെ കാരണം അതിലും ഗസ്റ്റിന്റെ പ്രയോറിറ്റി നമ്മൾ നോക്കണമല്ലോ. അപ്പൊ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവരുതല്ലോ, അതുകൊണ്ടാണ് അതിലും വീഡിയോ എടുക്കാഞ്ഞ്. അപ്പൊ ഇതാണ് മാലി സിറ്റി. ഇവിടെയാണ് ആൾക്കാരൊക്കെ താമസിക്കുന്നതും. ഇവിടെ മറ്റ് കടകമ്പോളങ്ങളും ഒക്കെയുള്ള ചെറിയൊരു സിറ്റിയാണ്. ഇവിടെ അറിയാലോ, മാൽദീവ്സ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കടലാണ്, എങ്ങോട്ട് നോക്കിയാലും കടലാണ്. അപ്പൊ അതിന്റെ നടുക്കൊരു ചെറിയ കരയിലാണ് ഈ പറഞ്ഞ മാലി സിറ്റി വരുന്നത്. അപ്പൊ മാലി സിറ്റി ഒരു ഐലൻഡ്, മാലി എയർപോർട്ട് ഒരു ഐലൻഡ്, അതിനപ്പുറത്ത് ഹുളുമാലി എന്ന് പറഞ്ഞ മറ്റൊരു ഐലൻഡ്. അങ്ങനെ 3 ഐലൻഡാണ് മാലിയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ഗൈസ്, നമുക്കൊരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. അപ്പൊ ഗൈസ്, ഇതൊരു സ്കൂളാണ്, മാലിയിൽ ഒരു സ്കൂളാണിത്. അപ്പൊ ഗൈസ്, നമ്മള് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് എയർപോർട്ടിലെത്തി. കുറച്ച് വൈകി. അപ്പൊ അതാണ് വ്ളോഗൊന്നും എടുക്കാൻ പറ്റുന്നത്. ഇപ്പം ബാക്കി കാഴ്ചകൾ കാണാം. ഇതിപ്പോ നമ്മുടെ പുതിയ എയർപോർട്ടാണ്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എയർപോർട്ട് ഇനാഗുറേഷൻ ചെയ്ത പുതിയ എയർപോർട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ എയർപോർട്ട്. അതിമനോഹരമായ എയർപോർട്ടാണ്. കഴിഞ്ഞ മാസമായിരുന്നു ഈ എയർപോർട്ടിന്റെ ഇനാഗുറേഷൻ. നമ്മൾ കുറച്ച് ലേറ്റായി. ഏകദേശം 2:30-ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇപ്പം സമയം 12:45. അപ്പോൾ ഗൈസ്, എയർപോർട്ടിന്റെ വർക്ക് പൂർത്തിയായിട്ടില്ല. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു ഗേറ്റ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. ഇനി 3 ഗേറ്റ് ഓപ്പൺ ആക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെയാണ് എയർപോർട്ടിനുള്ളിലെ കാഴ്ചകൾ. അപ്പം ഗൈസ്, നമുക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടി. ഇനി നമ്മൾ എമിഗ്രേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ്, എമിഗ്രേഷനും ചെക്കിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ മേളിലെ ഗേറ്റിലോട്ട് എത്തി. ഇനി ഇവിടുന്ന് നമുക്ക് ഡ്യൂട്ടി ഫ്രീയിൽ ഒന്ന് കയറണം. അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവാം.
ഇതൊരു ഫോട്ടോ പോയിന്റ് ആണ്. ഇത് LED ബോളൊക്കെ വെച്ച് പുതിയ എയർപോർട്ടിൻ്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ വേണമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തതാണ്. അപ്പോൾ ഗൈസ് നമുക്കിനി ഡ്യൂട്ടി ഫ്രീയിലൊന്ന് കയറി നോക്കാം. പുതിയ ഡ്യൂട്ടി ഫ്രീ ആണ്, മിക്കവാറും തേപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം സാധനങ്ങളൊക്കെ വളരെ കുറവാണ്. എന്തായാലും നമുക്ക് ഡ്യൂട്ടി ഫ്രീ ഒന്ന് കയറി നോക്കാം. ഗൈസ് ഞാൻ പറഞ്ഞത് കറക്റ്റാണ്, വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പം നമ്മൾ ഡ്യൂട്ടി ഫ്രീ പ്രധാനമായിട്ടും നോക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ സാധനങ്ങൾ ഇത്ര സാധനം ഇവിടെ ഇരിപ്പുള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് 1-2 ചൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്യൂട്ടി ഫ്രീന്ന് ഇറങ്ങി നേരെ കുറച്ച് മുമ്പോട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് മാൽഡിയൻ ഫ്ലൈറ്റ് Q2701. അപ്പം ഇപ്പോൾ സമയം 1:30 കഴിഞ്ഞു. 2:30-ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഗൈസ് എയർപോർട്ടൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കാരണം പുതിയ എയർപോർട്ടാണല്ലോ. പക്ഷെ ഡ്യൂട്ടി ഫ്രീ ആണ് നമ്മളെ തേച്ചത്, കാരണം അവിടെ ഒരു സാധനവും ഇല്ല. അപ്പോൾ ഗൈസ് പുതിയ എയർപോർട്ടിലെ ടോയ്ലറ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. വാഷ്റൂം അടിപൊളിയാണ് ഗൈസ്. ഗൈസ് ഇതിൽ ലിക്വിഡ് വരും, അതിനുശേഷം ഇവിടെ കൈ കഴുകുക, ഇവിടെ ഉണക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ഫ്ലൈറ്റ് വരിക, കയറുക. ഫ്ലൈറ്റ് ഓൾറെഡി വന്നു, ഇനി നമുക്ക് കയറാമെന്നുള്ള പരിപാടിയാണ് അടുത്തത്. ഇപ്പോൾ സമയം 1:45. 2:30-ക്കാണ് ഫ്ലൈറ്റ്. ഇനി ഒരു 3/4 മണിക്കൂർ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. അപ്പം ഗൈസ് നമ്മുടെ ഗേറ്റ് നമ്പർ A7 ആണ്. അപ്പം നമുക്ക് A7-ലോട്ട് പോകാം. നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് എയർബസ് A3 Q2700. ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, മാൽദീവൻ എയർലൈൻസ്. ഇതാണ് നമ്മുടെ സീറ്റ്. നമ്മൾ സീറ്റിലെത്തി. ഇപ്പം സീറ്റ് നമ്പർ 22 ആണ്. ഞാൻ അവരോട് ചോദിച്ച് വിൻഡോ സീറ്റ് വാങ്ങി. ഗൈസ് ഫ്ലൈറ്റ് അത്ര വലിയ മെച്ചമൊന്നുമില്ല, കാരണം വിൻഡോസ് ഒക്കെ ഭയങ്കര നോട്ട് ക്ലിയർ ആണ്, ഒട്ടും ക്ലിയർ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് ഒക്കെ ഫുള്ള് പൊളിഞ്ഞിരിക്കുകയാണ്. കുഴപ്പമില്ല, പക്ഷെ ഒന്നും ഒരു മെയിൻ്റെനൻസും ഇല്ല. വിൻഡോ ഒക്കെ ഫുള്ള് ഒരു വെയിലടിച്ച് ആ ഒരു കളറൊക്കെ മങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ കൈവെക്കാൻ നിർത്തുന്നത് ഫുള്ള് പൊട്ടിയിരിക്കുക. ശ്രീലങ്കൻ എയർവേസിന്റെ വലിയൊരു ഫ്ലൈറ്റ് ആണ്. ഇപ്പം വന്ന് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിരിക്കുകയാണ്, റൺവേയിലേക്ക് കൊണ്ടുപോവുകയാണ് ഫ്ലൈറ്റ്. Pulling the mask towards you will start the flow of oxygen. Place the mask over your nose and mouth. Adjust the elastic strap and breathe normally. നമ്മുടെ ഫ്ലൈറ്റ് കറക്റ്റ് ഓൺ ടൈമിൽ തന്നെ ടേക്ക് ഓഫിന് റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 2:35. കറക്റ്റ് 2:35-നാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് ആണ്.
എങ്ങോട്ട് നോക്കിയാലും കടലുകളാണ് എനിക്ക് നിങ്ങൾ കാണാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ വിൻഡോ എത്രയും ക്ലിയർ ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയുന്നില്ല. കാരണം വീഡിയോ ഔട്ട് വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മാക്സിമം നിങ്ങളെ മുകളിൽ നിന്നുള്ള വിഷ്വൽ കാണിക്കാം. ഈ ചെറിയ ചെറിയ ഓരോ ദ്വീപുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ആകെ കടലിന്റെ നടുക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു ദ്വീപാണ്. അതെല്ലാം ഓരോ റിസോർട്ടുകളാണ്. മേഘങ്ങൾ കാരണം നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുമോ തോന്നില്ല. ഒരുപാട് മേഘങ്ങളാണ്. ക്ലൈമറ്റ് വെതർ അത്ര കറക്റ്റ് അല്ല. എല്ലാവരും ഈ മേഘങ്ങളില്ലാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓരോരോ ഐലൻഡുകൾ കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇത്രയും ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ മാല പോലെ കിടക്കുന്നത് ഓരോ ഐലൻഡുകളാണ്. അതൊരു റിസോർട്ടാണ്. പിന്നെ അടുത്തടുത്ത് ഒരുപാട് റിസോർട്ടുകളുണ്ട് ഗൈസ്. വന്നിരിക്കുകയാണ്. കാരണം ആകെ നമുക്ക് 1 മണിക്കൂർ യാത്രയുണ്ടല്ലോ. വേഗം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവും, ഫുഡ് കഴിക്കും, ലാൻഡ് ചെയ്യും. അതാണ് നമ്മുടെ മാലി ടു ട്രിവാൻഡ്രം ജേർണി. വളരെ എളുപ്പമാണ്. നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. ബാക്കി ഫുഡ് റെഡിയാണ് അടുത്ത പരിപാടി. ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലൈറ്റിലെ ഫുഡ്. ഒരു ജ്യൂസ് ഉണ്ട്, ഒരു ബണ്ണുണ്ട്, പിന്നെ ഒരു സ്വീറ്റ്, പിന്നെ നമുക്കിത് ഫിഷ് റൈസ് ആണ്. ഫിഷും ഒരു കറി പിന്നെ റൈസും കൂടി ചേർന്നത്. ഇതാണ് ഇന്നത്തെ ഫുഡ് മാലദ്വീപിലെ. ചില സമയങ്ങളിൽ നല്ല ഫുഡായിരിക്കും, ഇന്ന് കുഴപ്പമില്ല തോന്നുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ തിരുവനന്തപുരം എത്തിയിരിക്കുകയാണ്. നമുക്ക് ചെറുതായിട്ട് പച്ചപ്പ് കാണാം. ക്ലൈമറ്റ് ഭയങ്കര ക്ലൗഡിയാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതാണ് വിഴിഞ്ഞം തുറമുഖം. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം. നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. വിഴിഞ്ഞം തുറമുഖമാണ് കാണുന്നത്. ഫോണിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയുന്നില്ല. MSCയുടെ ഒരു കപ്പല്, വലിയൊരു കപ്പൽ അവിടെ കിടപ്പുണ്ട്. ഇതാണ് തിരുവനന്തപുരത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ. നമ്മൾ ലാൻഡിങ്ങിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് എയർപോർട്ട് അടുത്തെത്താറായി. നമ്മൾ ലാൻഡിങ്ങിലേക്ക് കടക്കുകയാണ്. ലാൻഡിങ് landed on Trivandrum Airport.
ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാം. ഗൈസ്, മാൽദീവ്സിൽ നല്ല ചൂടായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് താഴെ വന്നു. ഇനി നമ്മൾ ലഗേജിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ലഗേജ് കൗണ്ടറിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ഡ്യൂട്ടി ഫ്രീ. ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് പോകാം. ഗൈസ്, ഇപ്പോൾ നമ്മളിങ്ങനെ പുറത്തിറങ്ങി. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ആൾ വന്നിട്ടുണ്ട് വിളിക്കാൻ. പുറത്ത് നല്ല മഴയാണ്. അപ്പം ബാക്കി കാഴ്ചകൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് കാണാം. ഗൈസ്, മാലിയിൽ നല്ല വെയിലായിരുന്നു. ഇവിടെ മഴയാണ്. ഇപ്പം മഴ പെയ്യുന്നില്ല. അപ്പം അത്യാവശ്യം ഒരു ക്ലൗഡി ക്ലൈമറ്റാണ് ഇവിടെ. അപ്പോൾ ഗൈസ്, അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ ഒന്നും അറിയത്തില്ല. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.